സുരേഷ് ഗോപിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ തൃശ്ശൂർ ചേരൂർ റോഡിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യമാണ് സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്രേക്ഷകരുടെ ആംഗിളിൽ നോക്കുമ്പോൾ ഇടതുഭാഗത്താണ് എന്ന് മാത്രം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേർന്നു. ചേരൂരിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം എത്തിയാൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയോ അദ്ദേഹം മറ്റെന്ത് കാര്യത്തിലായിരിക്കും അദ്ദേഹം സമയം ചിലവഴിക്കുക? എന്തായാലും ഇന്ന് MP മന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലുണ്ടെന്നല്ലേ നമുക്ക് ലഭിക്കുന്ന വിവരം? നിതിൻ പറയൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പ്രത്യേകിച്ചും നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാദമായ വിഷയങ്ങൾ നിരവധിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക വിവാദം, അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളെ ജയിലിലടക്കപ്പെട്ട വിഷയം, ഇതടക്കമുള്ള വിഷയങ്ങളൊന്നും തന്നെ പ്രതികരണം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് ഏറെ പ്രസക്തിയുള്ളത്. നിരന്തരം സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ സംസാരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെയായിരുന്നു ഇന്നലെ CPM പ്രവർത്തകർ മാർച്ച് നടത്തി ഈ കരിയോയിൽ ഇവിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ MP ഓഫീസിന്റെ ബോർഡിന് നേരെ പ്രയോഗിച്ചത്. പിന്നീട് വലിയ അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ തൃശ്ശൂരിൽ അരങ്ങേറി. അതിനുശേഷമാണ് സുരേഷ് ഗോപി അടിയന്തരമായി തന്നെ തൃശ്ശൂർ സന്ദർശിക്കാനും പിന്നീട് ഈ വിഷയത്തിൽ തൃശ്ശൂരിൽ സന്ദർശിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും നിലവിൽ ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം MP ഓഫീസിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സുരേഷ് ഗോപി പ്രതികരണം നൽകിയിട്ടില്ല. മൗനം തുടരുന്നതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് ഇപ്പോൾ പ്രസക്തിയുള്ളത്. അതുകൊണ്ട് സുരേഷ് ഗോപി ഇന്ന് എന്ത് പ്രതികരിക്കും എന്ന് തന്നെ അറിയേണ്ടതുണ്ട്. കാരണം നിരവധി ആരോപണങ്ങൾ കോൺഗ്രസും CPM ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ മറുപടി ഒരുപക്ഷെ ഈ MP ഓഫീസ് സന്ദർശനത്തിന് ശേഷം പിന്നീട് കമ്മീഷൻ ഓഫീസ് മാർച്ചിലേക്ക് സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് ബോർഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ കരിയോയിൽ പ്രയോഗം നടത്തിയ സുരേഷ് ഗോപിയുടെ ഓഫീസിന് പുറത്തെ ബോർഡിൽ നിന്ന് പ്രവർത്തകരെല്ലാം തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി അവിടെ ഇറങ്ങിയിട്ടില്ല. നേരെ ഓഫീസിലേക്ക് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓഫീസിലേക്ക് സുരേഷ് ഗോപി പ്രവേശിക്കുകയാണ്. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ തൃശ്ശൂരിലെത്തിയിട്ടും അദ്ദേഹം മൗനം തുടരുകയാണ്. SK കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ MP മന്ത്രിയുടെ ഓഫീസായ ചേരൂരിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് ഇതുവരെയും മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ചെയ്ത് തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന BJP പ്രവർത്തകരെ നേരിട്ട് കാണുകയായിരുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കനത്ത സുരക്ഷയാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഇതുവരെ ചെയ്തതിനെല്ലാം നന്ദി എന്ന ഒറ്റ വാചകത്തിൽ അർദ്ധഗർഭമായി പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം തൊഴുകൈകളോട് ഒന്നും പറയാനില്ല, മാത്രമല്ല ചിലപ്പോഴൊക്കെ പരിഹാസത്തോടെ അദ്ദേഹം ചിരിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർ പിന്നെയും അദ്ദേഹത്തിനെ വട്ടം പിടിച്ച് നടക്കുകയാണ് എന്ന പരാതി വരുമ്പോഴും അദ്ദേഹം ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈ കന്യാസ്ത്രീകൾക്കുണ്ടായ പ്രശ്നത്തിലും അദ്ദേഹം പ്രതികരിച്ച് കണ്ടില്ല. ഇപ്പോൾ വോട്ടർ പട്ടിക വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ച് കണ്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം മൗനം തുടരുകയാണ്. നിതിൻ അംബുജൻ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ തൃശ്ശൂരിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചേരൂരിലുള്ള ഓഫീസിലാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ നിതിൻ. തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ MP ഓഫീസിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ MP ഓഫീസിലുണ്ട്. BJP പ്രവർത്തകരും നേതാക്കളും ഇവിടെയുണ്ട്. മാധ്യമങ്ങൾക്ക് എന്തായാലും ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാനില്ല എന്ന നിലപാട് തുടരുകയാണ്. BJP നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം എന്തായാലും ഈ വിഷയങ്ങളിൽ പ്രതികരിക്കില്ല എന്ന നിലപാട് BJP നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ വെച്ചും. പക്ഷേ അദ്ദേഹം ഒരു വാക്ക് പോലും ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കോ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഇവിടെ അല്പനേരം അദ്ദേഹം ഈ ഓഫീസിൽ അദ്ദേഹം ചില അദ്ദേഹത്തിന്റെ പ്രവർത്തകരെ സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്തിയ ശേഷം നേരെ 10:30 തന്നെ കമ്മീഷൻ ഓഫീസ് മാർച്ചിലേക്ക് അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി പോകും. അവിടെ വെച്ച് സുരേഷ് ഗോപി ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ചേരൂരിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഉള്ളത്. അദ്ദേഹം അവിടെ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.